ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് മൊഡ്യൂളിലെ വാർണിഷ് ആൻഡ് യൂസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പ്ലാസ്റ്റിക് ആൻഡ് ക്ലാസിഫിക്കേഷൻ, തെർമോസെറ്റിംഗ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ അതിൻ്റെ യൂസസ് പിന്നെ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ റബ്ബർ ആൻഡ് PVC ഈ പറയുന്ന മെറ്റീരിയൽസുകളെല്ലാം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി റിമൈനിങ് ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സുകൾ ആണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ്, എന്താണ് അബ്രസീവ്, അസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ഹസീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോർക്ക് എന്നീ പറയുന്ന മെറ്റീരിയൽസാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ യൂസസ്, ഇതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓരോ മെറ്റീരിയൽസുകൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്ലാസ്. Glass is a mixture of number of metallic silicates, one of which is usually that of an alkali metal. എന്താണ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ മെറ്റാലിക് സിലിക്കേറ്റുകളുടെ ഒരു മിക്സ്ചറാണ്. കുറേ മെറ്റാലിക് സിലിക്കേറ്റ്സുകളുടെ മിക്സ്ചറാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് ഒരു ആൽക്കലി മെറ്റൽ. അതിലേതെങ്കിലും ഒരു ആൽക്കലി മെറ്റൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. കുറേ metallic silicates, number of metallic silicates in the mixture, that's one is glass. Glass is a mixture of number of metallic silicates and one of them is a alkali metal. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ആൽക്കലി മെറ്റൽ ആയിരിക്കും. ഗ്ലാസ് എന്ന് പറയുന്ന അമോർഫസ് ആണ്. അമോർഫസ് മീൻസ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസുകളൊന്നും തന്നെ ഒരു ഡെഫിനറ്റ് പാറ്റേൺസ് ഉണ്ടാവില്ല. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ഒരു ഡെഫിനറ്റ് പാറ്റേൺ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് എന്ന് പറയാൻ പറ്റുന്നില്ല. ട്രാൻസ്പാരൻ്റ് ആണ്, അമോർഫസ് ആണ്, ട്രാൻസ്പാരൻ്റ് ആണ് ആൻഡ് ട്രാൻസ്ലൂസൻ്റ് ആണ്. ഇപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും ഓർ ഇറ്റ് മേ ബി എ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് പാസ് ചെയ്യുന്നതായിരിക്കും ഓർ ഇറ്റ് മേ ബി എ സെമി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമോർഫസ് ആണ്, ട്രാൻസ്പാരൻ്റ് ഓർ ട്രാൻസ്ലൂസൻ്റ് ആണ് ഏത് ഗ്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ക്ലാസിഫിക്കേഷൻ. ഗ്ലാസ് ഈസ് എ മിക്സ്ചർ ഓഫ് നമ്പർ ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്സ് എന്ന് പറയും. Then classification of glass. Glass in the classification. First one, soda lime glass, potash lime glass, potash lead glass and common glass. Soda lime, potash lead and common glass. ഇതാണ് ഗ്ലാസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷൻ, ഓരോ ടൈപ്പ് ഗ്ലാസ്സസും അതിലുണ്ടാകുന്ന സിലിക്കേറ്റ്സുകളുടെ ഒരു ടൈപ്സിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. യൂസസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഈ പറയുന്ന 4 ഗ്ലാസസിൻ്റെ എന്താണ് അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. സോഡ ലൈം ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസ് ഇസ് ആൾസോ നോൺ ആസ് എ സോഫ്റ്റ് ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആൾസോ നോൺ ആസ് എ സോഫ്റ്റ് ഗ്ലാസ്. അതിൻ്റെ മറ്റൊരു പേര് സോഫ്റ്റ് ഗ്ലാസ് എന്നാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സോഡിയം ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. അത് എന്തിൻ്റെ മിക്സ്ചറാണ്? സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സോഡിയം ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. ഒരു സോഡിയത്തിൻ്റെയും കാൽഷ്യം സിലിക്കേറ്റിൻ്റെയും മിക്സ്ചറാണ് സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ് ട്യൂബ് ആൻഡ് അതർ ലബോറട്ടറി അപ്പാരറ്റസ്. അത് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് എവിടെയൊക്കെയാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ട്യൂബ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ആൻഡ് മറ്റ് ലബോറട്ടറി അപ്പാരറ്റസുകൾ ലാബിൽ യൂസ് ചെയ്യുന്ന മറ്റ് അപ്പാരറ്റസിൻ്റെ ഒരു മാനുഫാക്ചറിങ് ആ സമയത്തെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണ് സോഡ ലൈം ഗ്ലാസ്. ഇപ്പോൾ ഗ്ലാസ് ട്യൂബുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മാനുഫാക്ചറിങ് പ്രോസസ്സിലെല്ലാം യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ് സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. സോഡ ലൈം ഗ്ലാസിൻ്റെ അനദർ നെയിം എന്ന് പറയുന്നത് സോഫ്റ്റ് ഗ്ലാസ് ആണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സോഡിയം ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. സോഡിയത്തിൻ്റെയും കാൽഷ്യം സിലിക്കേറ്റിൻ്റെയും ഒരു മിക്സ്ചറാണ് സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ് ട്യൂബ്സ് മാനുഫാക്ചറിങ്ങിനും മറ്റ് ലബോറട്ടറി അപ്പാരറ്റസുകൾ പ്രിപ്പയർ ചെയ്യുന്നതിലുമെല്ലാം സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലൈം മീൻസ് ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് എ ഹാർഡ് ഗ്ലാസ്. അനദർ നെയിം എന്ന് പറയുന്നത് ഹാർഡ് ഗ്ലാസ് എന്നാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്
പൊട്ടാസ്യം സിലിക്കേറ്റിൻ്റെയും കാൽഷ്യം സിലിക്കേറ്റിൻ്റെയും മിക്സ്ചറാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് potassium and calcium silicate. This glass is used in the manufacturing of glass articles which have to withstand high temperatures such as combustion tubes. അതായത് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്ലാസ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പഷൻ ട്യൂബ്സുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആയിരിക്കും. പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ് ഇതിനകത്ത് ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഉള്ള ഒരു ഗ്ലാസ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ഇപ്പോൾ കമ്പഷൻ ട്യൂബ്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ് ഒരു മിക്സ്ചറാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്ലാസ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ ഫ്ലിൻറ്റ് ഗ്ലാസ്. ഇതിൻ്റെ മറ്റൊരു നെയിം ഫ്ലിൻറ്റ് ഗ്ലാസ് എന്നാണ്. ഇറ്റ്സ് മെയിൻലി എ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം ആൻഡ് ലെഡ് സിലിക്കേറ്റ്. ഇത് എന്തിൻ്റെ മിക്സ്ചറാണ്? ഈ ഒരു ഗ്ലാസ് ഇസ് എ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം ആൻഡ് ലെഡ് സിലിക്കേറ്റ്. പൊട്ടാഷ്യത്തിൻ്റെയും ലെഡ് സിലിക്കേറ്റിൻ്റെയും മിക്സ്ചറാണ്, പൊട്ടാഷ്യം സിലിക്കേറ്റിൻ്റെയും ലെഡ് സിലിക്കേറ്റിൻ്റെയും മിക്സ്ചറാണ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ആർട്ടിഫിഷ്യൽ ജെംസ്. അതായത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന രത്നങ്ങളുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ജെംസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്. ഇലക്ട്രിക് ബൾബ്സുകൾ യൂസ് ചെയ്യുന്നത്, ലെൻസസ്, പ്രിസംസ്, ഇതിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അനദർ നെയിം ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം സിലിക്കേറ്റ് ആൻഡ് ലെഡ് സിലിക്കേറ്റ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ആർട്ടിഫിഷ്യൽ ജെംസ്, ഇലക്ട്രിക് ബൾബ്സ്, ലെൻസസ്, പ്രിസംസ് എക്സെട്ര. ലാസ്റ്റ് ഗ്ലാസ്, കോമൺ ഗ്ലാസ്. A common glass is also known as a bottle glass. മറ്റൊരു നെയിം ബോട്ടിൽ ഗ്ലാസ് എന്നാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സോഡിയം സിലിക്കേറ്റ്, കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് അയൺ സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കേറ്റിൻ്റെയും അയൺ സിലിക്കേറ്റിൻ്റെയും മിക്സ്ചറാണ് കോമൺ ഗ്ലാസ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ബോട്ടിൽസ് ഫോർ മെഡിസിൻസ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസിൻ്റെ ബോട്ടിൽസ് പ്രിപ്പയർ ചെയ്യാൻ അതായത് മെഡിസിൻ ബോട്ടിൽസുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് കോമൺ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കോമൺ ഗ്ലാസിൻ്റെ മറ്റൊരു നെയിം ബോട്ടിൽ ഗ്ലാസ്, മിക്സ്ചർ ഓഫ് സോഡിയം സിലിക്കേറ്റ്, കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് അയൺ സിലിക്കേറ്റ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ദി ബോട്ടിൽസ് ഫോർ മെഡിസിൻ. മെഡിസിനൽ ബോട്ടിൽസ് പ്രിപ്പയർ ചെയ്യാൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണ് കോമൺ ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ഗ്ലാസ്സസും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ മിക്സ്ചർ ഇതിൻ്റെയൊക്കെ മിക്സ് ചെയ്ത് ഏതൊക്കെ സിലിക്കേറ്റുകൾ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഗ്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത് ആൻഡ് യൂസസ് ആണ് ഡിസ്കസ് ചെയ്തത്. Topic: properties of glass. First point, it absorbs, refract or transmit light. Properties of glass ലെ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, റിഫ്രാക്റ്റ് ചെയ്യുന്നു, ദെൻ ഓർ ഇറ്റ് മേ ബി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഗ്ലാസ് എന്ന് പറയുന്നതിന് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇല്ല എന്നാണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈലി ഓർഡേർഡ് ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സ്ട്രക്ചർ അല്ല, ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ്സുകൾ ഇല്ല എന്ന് പറയാൻ പറ്റും ഇതിനകത്തെ ഗ്ലാസ്സിൽ. ആൻഡ് ഇറ്റ് ഹാസ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതിന് ഷാർപ്പായിട്ടൊരു മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല ഗ്ലാസ്സിന്. ഇറ്റ്സ് എഫക്റ്റഡ് ബൈ ആൽക്കലീസ്. അത് ആൽക്കലീസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. വെൻ ഹീറ്റഡ് ഓർ കൂൾഡ് ഇറ്റ് കോസസ് ക്രാക്സ്. അത് ഹീറ്റ് ചെയ്യുന്ന സമയത്തോ കൂൾ ചെയ്യുന്ന സമയത്തോ എന്ത് സംഭവിക്കുന്നു? ഗ്ലാസ്സിൽ ക്രാക്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് ഇൻ ടു ആർട്ടിക്കിൾസ് ഓഫ് എനി ഡിസൈർഡ് ഷേപ്പ്. ഗ്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഷേപ്പിലുള്ള ആർട്ടിക്കിൾസുകളും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഓർ മൗൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ്, ക്യാൻ ബി മൗൾഡഡ് ഇൻ ടു എനി ആർട്ടിക്കിൾസ് ഓഫ് ഡിസൈർഡ് ഷേപ്പ്. ഏത് ഡിസൈർഡ് ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ഗ്ലാസസിന് മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ഹാസ് ആൻ എക്സലൻറ്റ് ഇലക്ട്രിക് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. അതായത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഒരു ഇൻസുലേറ്ററാണ് എന്ന് പറയാൻ പറ്റും. കാരണം ഒരിക്കലും ഇലക്ട്രിസിറ്റി അതെന്ത് ചെയ്യുന്നില്ല, കടത്തി വിടുന്നുണ്ട്. പാസേജ് അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ശരിക്കും അതെന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസുലേറ്ററായിട്ട് ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു? ഗ്ലാസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസിലി എഫക്റ്റഡ് ബൈ ഓർഡിനറി കെമിക്കൽ റിയേജൻസ്. ഒരിക്കലും ഒരു കെമിക്കൽ റിയേജൻസുകൾ
ഗ്ലാസസിനെ എഫക്റ്റ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഈസിലി എഫക്റ്റഡ് ബൈ ഓർഡിനറി കെമിക്കൽ റിയേജൻസ്. ഒരിക്കലും ഒരു കെമിക്കൽ റിയേജൻസുകൾ എന്ത് ചെയ്യുന്നില്ല, ഗ്ലാസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്ലാസസിൻ്റെ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് വൺ, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ഡെഫിനറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അതിന് ഗ്ലാസസിനില്ല. ആൻഡ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ് ബൈ ഇറ്റ്സ് എഫക്റ്റഡ് ബൈ ആൽക്കലീസ്. ആൽക്കലീസ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, കൂൾ ചെയ്യുന്ന സമയത്ത് ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഷേപ്പിലേക്കും അതിനെ മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്. ഇലക്ട്രിസിറ്റിയെ ഒരിക്കലും അലോ ചെയ്യുന്നില്ല, അതിൻ്റെ പാസേജ് അവിടെ അലോ ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസിലി എഫക്റ്റഡ് ബൈ കെമിക്കൽ റിയേജൻസ്. ഒരിക്കലും ഒരു കെമിക്കൽ റിയേജൻസ് എഫക്റ്റ് ചെയ്യാറില്ല ഗ്ലാസസിന്. These are the properties of glasses. And next one, abrasives. And the abrasive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a substance used to remove excess material by cutting. അതായത് ശരിക്കും അബ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുക, ഒരു റഫ് സർഫസിനെ പോളിഷ് ചെയ്യുക എന്നതാണ്. എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളിഷ് ചെയ്തുകൊണ്ട് അവിടെ റിമൂവ് ചെയ്ത് കളയാണ് അബ്രസീവ്സ് എന്ന് പറയുന്നത്. ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ബൈ കട്ടിങ്. എക്സസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിനെ ബൈ കട്ടിങ് അല്ലെങ്കിൽ പോളിഷ് ചെയ്തുകൊണ്ട് അത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് അബ്രസീവ്. അബ്രസീവ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ശരിക്കും അതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സസ് മെറ്റീരിയലിനെ കട്ട് ചെയ്തുകൊണ്ട് അവിടെ കട്ടിങ് വഴി, അതായത് അത് റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ശരിക്കും ഒരു സർഫസിനെ പോളിഷ് ചെയ്യുക. അബ്രസീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും പോളിഷ് ചെയ്യുന്നതിന്, ആ പോളിഷ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് അബ്രസീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് യൂസ് ടു പോളിഷ് റഫ് സർഫസ്. റഫ് സർഫസിനെ പോളിഷ് ചെയ്യുക എന്ന് തന്നെയാണ് അബ്രസീവ്. അപ്പോൾ പോളിഷ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് അബ്രസീവ് എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് പർപ്പസിൽ പല ഫോമിലാണ് അബ്രസീവ്സ് യൂസ് ചെയ്യാറ്. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫോംസിലാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആസ് അബ്രസീവ് പേപ്പേഴ്സ് ഓർ ക്ലോത്ത്. അതായത് ചിലപ്പോൾ അബ്രസീവ് പേപ്പേഴ്സിൻ്റെ രൂപത്തിലായിരിക്കും, ഓർ ഇറ്റ് മേ ബി ഇൻ ദ ക്ലോത്ത് ഫോമിലായിരിക്കും. അതൊരു പേപ്പർ ഫോമിലോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ ഫോമിലായിരിക്കും. ആസ് എ സ്റ്റോൺ, ഒരു സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാം. അബ്രസീവ് സ്റ്റോൺസ് ആസ് എ സ്റ്റോൺ, ഒരു അബ്രസീവ് സ്റ്റോണായിട്ട് നമുക്ക് ഈ പോളിഷ് ചെയ്യാൻ, റഫ് സർഫസ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻ ഗ്രൈൻഡിങ് വീൽസുകൾ, അതായത് ചെറിയ ഫ്രാഗ്മെൻസുകളെല്ലാം ആക്കേണ്ട ഒരു വീലുകളുണ്ട്. ആ വീൽസിൽ നമ്മൾ അബ്രസീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബ്രസീവ് എന്ന് പറയുന്നത് ഒരു സർഫസ് പോളിഷ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് അബ്രസീവ് എന്ന് പറയുന്നത്. ഏതുതരം ഒരു റഫ് സർഫസിനെയും പോളിഷ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസാണ് അബ്രസീവ്. അത് പല രീതിയിൽ, പല ഫോംസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആസ് എ ക്ലോത്ത്, ആസ് എ പേപ്പർ, ആസ് എ സ്റ്റോൺ ആൻഡ് ഗ്രൈൻഡിങ് വീൽസിലും അബ്രസീവ്സ് യൂസ് ചെയ്യാറുണ്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ ഒരു അബ്രസീവ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്ഹസീവ്സ്. Adhesive is a substance which is used to join two or more parts so as to form a single unit. രണ്ടോ രണ്ടിൽ കൂടുതലോ പാർട്സുകളെ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് അഡ്ഹസീവ്സ് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യുക, അതായത് ജസ്റ്റ് ടു ഓർ മോർ സബ്സ്റ്റൻസിനെ ജോയിൻ ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസാണ് എന്ത്, അഡ്ഹസീവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വേരിയസ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൽബുമിൻ ഗ്ലൂ, ആനിമൽ പ്രോട്ടീൻ ഗ്ലൂ, ഗ്ലൂസ് ഫ്രം നാച്ചുറൽ റെസിൻസ്, റബ്ബർ ഗ്ലൂസ് ആൻഡ് സ്റ്റാർച്ച് ഗ്ലൂസ്. ഇതൊക്കെയാണ് പല ടൈപ്സിലുള്ള അഡ്ഹസീവ്സ് എന്ന് പറയുന്നത്. ആൽബുമിൻ ഗ്ലൂ, ആനിമൽ പ്രോട്ടീൻ ഗ്ലൂ, ഗ്ലൂസ് ഫ്രം നാച്ചുറൽ റെസിൻസ്, റബ്ബർ ഗ്ലൂസ്, സ്റ്റാർച്ച് ഗ്ലൂസ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് അഡ്ഹസീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പല ടൈപ്സിലുള്ള അഡ്ഹസീവ്സുകളാണ്. നെക്സ്റ്റ് വൺ, ആസ്ബെസ്റ്റോസ്. ആസ്ബെസ്റ്റോസ് മീൻസ് ഇറ്റ് ഈസ് നാച്ചുറലി ഒക്കറിങ് ഫൈബറസ് മിനറൽ സബ്സ്റ്റൻസ് composed of hydrous silicate of calcium and magnesium. ആസ്ബെസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫൈബറസ് ആയിട്ടുള്ള ഒരു മിനറൽ സബ്സ്റ്റൻസ് ആണ്. അതെന്ത് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രസ് സിലിക്കേറ്റ്, അതായത് കാൽഷ്യത്തിൻ്റെയും ശരിക്കും മഗ്നീഷ്യത്തിൻ്റെയും ഹൈഡ്രസ് സിലിക്കേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും ആ ഹൈഡ്രസ് സിലിക്കേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് ഹൈഡ്രസ് സിലിക്കേറ്റ്സ് ഓഫ് മഗ്നീഷ്യത്തിൻ്റെ ഈ പറയുന്ന സബ്സ്റ്റൻസ് വെച്ച് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു മിനറൽ സബ്സ്റ്റൻസാണ് ആസ്ബെസ്റ്റോസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എമൗണ്ട് ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലുമിനിയം. അതിൽ കുറച്ച് എമൗണ്ട് അയൺ ഓക്സൈഡും അലുമിനിയം ഉണ്ട്, കുറച്ച് എമൗണ്ട് അയൺ ഓക്സൈഡ് അലുമിനിയം കണ്ടൻറ്റും ആസ്ബെസ്റ്റോസിലുണ്ട് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കട്ട് ഇൻ ടു പീസസ്, അതിനെ പല പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് ഇൻസുലേറ്റർ ഫോർ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി.
ശരിക്കും ഒരു ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റിക്ക് ഇൻസുലേറ്ററാണ്. ഒരിക്കലും ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ സഹായിക്കുന്നില്ല. എക്സലൻറ്റ് ഇൻസുലേറ്ററാണ് ആസ്ബസ്റ്റോസ്. ഇറ്റ്സ് എ ഫയർ പ്രൂഫ് ആൻഡ് ആസിഡ് പ്രൂഫ്. ഫയർ പ്രൂഫാണ്, ആസിഡ് പ്രൂഫാണ്. ഇറ്റ്സ് എ ഫയർ പ്രൂഫ് ആൻഡ് ആസിഡ് പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആസ്ബസ്റ്റോസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫ്ലെക്സിബിൾ, സോഫ്റ്റ് ആൻഡ് നോൺ പോറസ്. അത് ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റ് ആണ്, നോൺ പോറസ് ആണ് ആസ്ബസ്റ്റോസ് എന്ന് പറയുന്നത്. കളർ എന്ന് പറയുന്നത് ബ്രൗൺ, ഗ്രേ ഓർ വൈറ്റ് അവൈലബിൾ ആണ്. ബ്രൗൺ, ഗ്രേ, വൈറ്റിൽ അവൈലബിൾ ആണ്. Melting point is about 1200 to 1550 degrees Celsius. And melting point എന്ന് പറയുന്നത് 1200 to 1550 degrees Celsius ആണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഇൻസുലേറ്റർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്, ഫയർ പ്രൂഫ് ആൻഡ് ആസിഡ് പ്രൂഫ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റ് ആൻഡ് നോൺ പോറസ്, ആൻഡ് കളർ ഈസ് ബ്രൗൺ, ഗ്രേ ഓർ വൈറ്റ്, ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് 1200 degrees Celsius to 1550 degrees Celsius. ആൻഡ് ആസ്ബസ്റ്റോസിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ആസ് എ റൂഫിംഗ് മെറ്റീരിയൽ ആൻഡ് പൈപ്സ്, അതായത് ഒരു റൂഫിംഗ് മെറ്റീരിയലായിട്ടും പൈപ്പ്സായിട്ടും ആസ്ബസ്റ്റോസ് യൂസ് ചെയ്യാറുണ്ട്. ആസ് എ കവറിംഗ് മെറ്റീരിയൽ ഫോർ മാഗ്നറ്റിക് കോയിൽസ്, അതായത് ഒരു മാഗ്നറ്റിക് കോയിൽ, അതായത് മാഗ്നറ്റിക് കോയിൽ മീൻസ് എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിരിക്കും. അതിൽ നമ്മളിപ്പോൾ മാഗ്നറ്റിക് കോയിൽസിനെ കവർ ചെയ്യാനുള്ള ഒരു ഇതായിട്ട് ആസ്ബസ്റ്റോസ് യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കവറിംഗ് മെറ്റീരിയൽ ഫോർ കോയിൽസ്, അതായത് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഒരു ജസ്റ്റ് ഒരു എന്തുണ്ടാകും, ഒരു കണ്ടക്ടർ ഉണ്ടാകും, ഒരു വയർ ടൈപ്പിലുള്ളത്, അതിനെ കവർ ചെയ്യാനുള്ളൊരു മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ലൈനിങ് മെറ്റീരിയൽ ഫോർ ഫ്യൂസ് ബോക്സ് ആൻഡ് സ്വിച്ച് ബോക്സ്. ഫ്യൂസ് ബോക്സിനും സ്വിച്ച് ബോക്സസിനുള്ള ലൈനിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട് ആസ്ബസ്റ്റോസ്. ആൻഡ് ടു ഫോം എ ആസ്ബസ്റ്റോസ് പെയിൻറ്റ്, ഒരു ആസ്ബസ്റ്റോസ് പെയിൻറ്റ് ഫോം ചെയ്യാനും ആസ്ബസ്റ്റോസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആസ് എ റൂഫിംഗ് മെറ്റീരിയൽ ആൻഡ് പൈപ്സ്, കവറിംഗ് മെറ്റീരിയൽ ഫോർ മാഗ്നറ്റിക് കോയിൽസ്, നെക്സ്റ്റ് ഒരു ഫ്യൂസ് ബോക്സിൻ്റെയും സ്വിച്ച് ബോക്സിൻ്റെയും ലൈനിങ് മെറ്റീരിയലായിട്ട് ആൻഡ് ആസ്ബസ്റ്റോസ് പെയിൻറ്റ് ഫോം ചെയ്യാനൊക്കെ ഈ പറയുന്ന ആസ്ബസ്റ്റോസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് മെറ്റീരിയൽ കോർക്ക്. കോർക്ക് മീൻസ് ഇറ്റ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ബാർക്ക് ഓഫ് എൻ ഓക്ക് ട്രീ. ഒരു ഓക്ക് ട്രീയിൻ്റെ ബാർക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് കോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോർക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാകും, ആ ഫിഗേഴ്സ് നോക്കൂ. അപ്പോൾ ഓക്ക് ട്രീസിൻ്റെ ബാർക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കോർക്ക് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ്, ഇറ്റ് ക്യാൻ ബി കട്ട് ആൻഡ് സൗണ്ട് വിതൗട്ട് ഡിഫിക്കൽട്ടി. ഒരു ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനും സൗണ്ട് ചെയ്യാനും പറ്റുന്ന, ഈസിയായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ സ്യൂട്ടബിൾ സൈസസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്ന, ഒരു ഡിഫിക്കൽട്ടിയും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് കോർക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് സൗണ്ട്. ഇൻസുലേറ്ററാണ്, ഇലക്ട്രിസിറ്റിയും സൗണ്ടും ഇൻസുലേറ്ററാണ് എന്ത്, കോർക്ക്. ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, നോട്ട് അറ്റാക്ഡ് ബൈ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ. ഒരിക്കലും ഹീറ്റും മോയ്സ്ചറും അതിനെ അറ്റാക്ക് ചെയ്യാറില്ല. പോറസ് കൂടെയാണ്, അതായത് ധാരാളം ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്യാനും സൗണ്ട് ചെയ്യാനും ഈസി ആയിട്ട് പറ്റുന്നു. നല്ലൊരു ഇൻസുലേറ്ററാണ് ഇലക്ട്രിസിറ്റിനും സൗണ്ടിൻ്റെയും. ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, നോട്ട് അറ്റാക്ഡ് ബൈ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ. ഒരിക്കലും ഹീറ്റും മോയ്സ്ചറും അതിനെ അറ്റാക്ക് ചെയ്യാറില്ല. ആൻഡ് പോറസ് കൂടെയാണ്, അതായത് ഇറ്റ് കണ്ടെയ്ൻസ് സം ഹോൾസ്. ആൻഡ് ദെൻ യൂസസ് മീൻസ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിങ് കോർക്ക് ഷീറ്റ്. കോർക്ക് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കോർക്കിൻ്റെ ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ സ്റ്റോപ്പേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആസ് എ കാർപ്പറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോർക്ക് ടൈൽസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കവറിങ് ഫോർ വാൾസ് ആസ് വെൽ ആസ് ഫ്ലോർ. അതായത് വാളും ഫ്ലോറും എല്ലാം കവർ ചെയ്യാനുള്ള കോർക്ക് ടൈൽ, അതായത് ശരിക്കും ഒരു വുഡ് ഫ്ലോർ പോലെ ഇരിക്കും കണ്ടുകഴിഞ്ഞാൽ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വുഡ് ഫ്ലോറിനെയാണ് കോർക്ക് ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വാൾസും അതേപോലെ തന്നെ ഒരു ഫ്ലോറും എല്ലാം കവർ ചെയ്യാനുള്ള ഒരു ടൈൽ എന്ന രീതി പോലെ നമുക്ക് ഈ പറയുന്ന കോർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോർക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആൻഡ് ബോട്ടിലിൻ്റെ സ്റ്റോപ്പേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാർപ്പറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്ലോറിലൊക്കെ ഒരു വുഡിൻ്റെ ഒരു ഫ്ലോറ് പോലെ കൊടുക്കുന്നത്, അതാണ് കോർക്ക് ടൈൽ എന്ന് പറയുന്നത്. അതിപ്പോൾ വാൾസിൽ കവർ ചെയ്യാനും ഫ്ലോറിൽ കവർ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് കോർക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ. അപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻസിൽ തേർഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് മോഡ്യൂളിൽ ബ്രിക്ക് മാസണറി, ഡാംപർ ഓഫ് കോഴ്സ്, അതേപോലെ തന്നെ സ്കഫോൾഡിങ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസുകളെല്ലാമാണ് തേർഡ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻസിൽ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ഈ ഒരു ടോപ്പിക്സിൽ വൈൻഡ് അപ്പ് ചെയ്യാണ്.